നമസ്കാരം. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. പീഠാനുഭവ സ്മരണകൾ പുതുക്കുകയാണ് വിശ്വാസികൾ. പള്ളികളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം യുദ്ധം ഇതിനിടയിൽ അതിൻ്റെ പാരമ്യത്തിൽ തുടരുകയാണ് എന്ന പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. ഗൾഫ് അടക്കമുള്ള, പ്രത്യേകിച്ച് ദുബായ് അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ദുഃഖവെള്ളിയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ പള്ളികളിൽ ഇല്ല എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഓൺലൈനിലെയാണ് ഇത്തവണ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നത്. അത്തരത്തിൽ ഈ സുരക്ഷ മുഖ്യമായ കാരണമാക്കി വെച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള തീരുമാനം GCC രാജ്യങ്ങൾ എടുത്തത് എന്ന വിവരം കൂടിയുണ്ട്. ഇതിനടക്കം നിരവധി വാർത്തകളുണ്ട്, തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുണ്ട്. ആദ്യം തലക്കെട്ടിൽ പീഠാനുഭവ സ്മരണ പുതുക്കി ഇന്ന് ദുഃഖവെള്ളി. പള്ളികളിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് തുടക്കം. ദുബായിലെ പള്ളികളിൽ സുരക്ഷ കണക്കിലെടുത്ത് കുർബാന ഒഴിവാക്കി. കേരളം വിധി എഴുതാൻ ഇനി 6 നാൾ. പ്രചാരണം അവസാന ലാപ്പിലേക്ക്. പ്രധാനമന്ത്രി നാളെ കേരളത്തിൽ. തിരുവല്ലയിലും തിരുവനന്തപുരത്തും പ്രചാരണം. പാലക്കാട് രമേശ് പിഷാരടിയെ തടഞ്ഞ സംഭവത്തിൽ BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. BJP കൗൺസിലർ സിന്ധു രാജനടക്കം 3 പേർക്കെതിരെ കേസ്. കോൺഗ്രസ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. SDPIയുടെ വോട്ട് സ്വീകരിക്കുന്നത് അവരെ മാനസാന്തരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയെന്ന് AK ബാലൻ. എല്ലാ വർഗീയ ശക്തികളുടെയും കാര്യത്തിൽ ഇതാണ് നിലപാടെന്നും ബാലൻ ന്യൂസ് 18നോട്. എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ മാനസാന്തരം വരുത്തുന്നതിനും മതനിരപേക്ഷ ബോധം മനസ്സിലേക്ക് എത്തിക്കുന്നതിനും നിരന്തരമായിട്ട് ഞങ്ങൾ ഇടപെടും. അവരെ ഒഴിവാക്കിക്കൊണ്ടല്ല. ബാലനെ പരിഹസിച്ച് മുനീർ. ജമാഅത്തെ ഇസ്ലാമിയെ നന്നാക്കിയിട്ട് എന്തായെന്ന് മുനീറിന്റെ ചോദ്യം. ഹോർമുസ് തുറക്കണമെന്ന് UN-ൽ ബഹറിന്റെ പ്രമേയം. അന്താരാഷ്ട്ര സഹായം തേടി പ്രമേയം അവതരിപ്പിച്ചത് GCC പിന്തുണയോടെ. ഇസ്രായേലിലേക്ക് വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തകർത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഹെൻറിച്ച് ക്ലാസിന് അർദ്ധ സെഞ്ചുറി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഓർമ്മ പുതുക്കി വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിൻ്റെ വഴിയുമുണ്ടാകും. ക്രിസ്തുവിൻ്റെ വിചാരണയും കുരിശുമരണവും വിവരിക്കുന്ന ബൈബിൾ ഭാഗങ്ങളുടെ വായന പള്ളികളിൽ നടക്കുകയാണ്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ പ്രത്യേക പ്രാർത്ഥനകൾ ആരംഭിച്ചിട്ടുണ്ട്. മലയാറ്റൂർ, കുരിശുമുടി ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആയിരക്കണക്കിന് വിശ്വാസികളാണ് കുരിശും ചുമന്ന് മലകയറുന്നത്. ഡാൻ കുര്യൻ പാളയം പള്ളിയിൽ നിന്ന് ചേരുന്നു. ഒപ്പം ഡാനി പോളും കൊച്ചിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം ഡാനിയിലേക്ക്, കൊച്ചിയിലേക്ക് ഒന്ന് പോകണം. ഡാനി, അവിടെ വിശ്വാസികൾ രാവിലെ മുതൽ പള്ളികളിലേക്ക് എത്തുന്നുണ്ട്. പ്രാർത്ഥനകൾ, ചടങ്ങുകൾ അതെങ്ങനെ പുരോഗമിക്കുന്നു? രഞ്ജിത്ത്, ക്രൈസ്തവർക്ക് അവരുടെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും തീക്ഷ്ണമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. വലിയ നോമ്പ്, അതായത് ചാരം കുറിച്ച് നെറ്റിയിൽ തൊട്ടുകൊണ്ട് തുടങ്ങുന്ന ആ ഒരു ദിവസം മുതൽ ഇന്നിപ്പോൾ ദുഃഖവെള്ളിയിലേക്ക് എത്തുമ്പോൾ ഈ ദിവസത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറയുന്നത്. ക്രിസ്തുദേവൻ്റെ പീഡാനുഭവ സ്മരണകൾ പുതുക്കിക്കൊണ്ടാണ് ദുഃഖവെള്ളി ആചരണം നടക്കുന്നത്. വിവിധ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ദുഃഖവെള്ളി ആചരണത്തിൻ്റെ ഭാഗമായുള്ള ആ കുരിശിൻ്റെ വഴി പ്രാർത്ഥന നടക്കുകയാണ്. കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത് ക്രിസ്തുദേവൻ ഗാഗുൽത്താമലയിലേക്ക് കുരിശും എടുത്തുകൊണ്ട് പീഡാനുഭവങ്ങൾ ഏറ്റുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഒരു സ്മരണ പുതുക്കലാണ് ക്രൈസ്തവർക്ക് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പവിത്രമായ ഒരു ദിവസമായി കരുതുന്ന, വിശ്വാസ ജീവിതത്തിൽ കരുതുന്ന, ചേർത്ത് വയ്ക്കുന്ന
നടക്കുന്ന ഒരു ദിവസമാണ് ദുഃഖവെള്ളി ആചരണം എന്നെല്ലാം പറയുന്നത്. വിവിധ ദേവാലയങ്ങളിൽ ഇതോടനുബന്ധിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴി ആരാധന നടക്കുകയാണ് നമ്മൾ കാണുന്നത്. കൊച്ചിയിലെ ഒരു ദേവാലയത്തിൽ കലൂർ സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ നിന്ന് തുടങ്ങിയിരിക്കുന്ന കുരിശിൻ്റെ വഴി പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. വിവിധ ഇടങ്ങളിൽ 14ഓളം സ്ഥലങ്ങളിൽ ക്രിസ്തുദേവൻ്റെ ആ പീഡാനുഭവ സ്മരണകൾ പുതുക്കുന്ന ഇടങ്ങളായി പ്രത്യേക പ്രാർത്ഥനകൾ 14 ഇടങ്ങളിൽ നടക്കുന്നു. അങ്ങനെ തിരിച്ച ദേവാലയങ്ങളിൽ അത് പ്രാർത്ഥന ഈ കുരിശിന് വഴി പരിഹാര പ്രദക്ഷിണം എന്ന് പറയുന്ന ആ പ്രാർത്ഥന അത് സമാപിക്കുകയും ചെയ്യും. ഈ രീതിയിലാണ് രാവിലെയുള്ള ആ കുരിശിൻ്റെ വഴി ആരാധനയുടെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത്. വൈകിട്ട് അതോടൊപ്പം തന്നെ ക്രിസ്തുദേവൻ്റെ പീഡാനുഭവങ്ങൾ അത് വിവരിച്ചുകൊണ്ടുള്ള ആ ബൈബിൾ ഭാഗങ്ങൾ വായിച്ചുകൊണ്ടായിരിക്കും ആ ഒരു ഓർമ്മ പുതുക്കൽ അത് ഉണ്ടാകുക. അതിനുശേഷം നഗരി കാണിക്കൽ അടക്കം, അതായത് ക്രിസ്തുദേവൻ്റെ ഒരു അടക്കപ്പെടുന്ന പ്രതീകാത്മകമായ രീതിയിലുള്ള രൂപം അടക്കപ്പെടുന്ന രീതിയിൽ കബറടക്ക ചടങ്ങുകളടക്കം നടക്കും. ഈ രീതിയിലാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളടക്കം നടക്കുന്നത്. മലയാറ്റൂർ മല കേന്ദ്രീകരിച്ചാണ് ഈ ദിവസത്തെ കൂടുതൽ വിശ്വാസികൾ മല ചവിട്ടാനായിട്ട് എത്തുന്നത്. മരക്കുരിശുകൾ ഏന്തിക്കൊണ്ട് അവിടേക്കുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ വലിയ യാത്ര കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തുടങ്ങിയിരിക്കുന്നു. ഈ ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ തീക്ഷ്ണമാകുന്നു. അങ്ങനെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു ദിവസം കൂടിയാണ് ഈ ദുഃഖവെള്ളി എന്ന് പറയുന്നത്. വലിയ നോമ്പിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് പോകുന്ന ദിവസങ്ങൾ കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ പെസഹ ആചരിച്ചു. ക്രിസ്തുദേവൻ്റെ അന്ത്യ അത്താഴ സ്മരണ എന്നതും അതോടൊപ്പം തന്നെ കുർബാന സ്ഥാപിച്ച ആ ദിവസവുമെല്ലാമായിട്ടാണ് ഇത് പെസഹ അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം ഇപ്പോൾ കുരിശിൻ്റെ വഴി ദുഃഖവെള്ളി ആചരണത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വിവിധ ദേവാലയങ്ങളിലുള്ള കുരിശിൻ്റെ വഴി ആരാധനയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ നഗരത്തിലെ കൊച്ചിയിലും അതോടൊപ്പം തന്നെ പരിസരത്തുള്ള ഭൂരിഭാഗം ദേവാലയങ്ങളിലും ഇതുപോലെ തന്നെയുള്ള കുരിശിൻ്റെ വഴി ആരാധനകൾ നടക്കുകയാണ്. രഞ്ജിത്ത്, കുരിശിൻ്റെ വഴിയിലാണ് വിശ്വാസികൾ. കലൂർ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സംസ്ഥാനത്തെ വിവിധ ആരാധനാലയങ്ങളിൽ വിശ്വാസികൾ പ്രാർത്ഥനയിലാണ്. യേശുക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിൻ്റെ ആ സ്മരണകളിൽ പ്രാർത്ഥിച്ച് വിശ്വാസികൾ ആത്മനിർവൃതി കൊള്ളുന്നു. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് ഉണ്ട്. തിരുവനന്തപുരത്തും ഡാന് നിരവധി ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം യുദ്ധത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിലും അശാന്തി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലൊക്കെ വളരെ പ്രസക്തമായ ഒരു ദിവസം കൂടിയാണ്. പ്രാർത്ഥനകളിലൂടെ വിശ്വാസികൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഒരു ദിവസം കൂടിയാണ്. ക്രിസ്തുദേവന്റെ കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളിയായി ആചരിക്കുന്നത്. രാവിലെ 6:45 പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഈ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബെച്ചോലിയോസ് മാർ ക്ലിബീസ് കാതോലിക്ക ബാവ ദുഃഖവെള്ളിയുമായി ബന്ധപ്പെട്ട ആമുഖ സന്ദേശം നൽകുകയാണ്. അതിന് പിന്നാലെ ഇവിടെ നിന്ന് വിശ്വാസികൾ പങ്കെടുക്കുന്ന നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന സംയുക്ത കുരിശിന്റെ വഴി നടക്കും. അത് പിന്നീട് ഈ ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിലാണ് സമാപിക്കുന്നത്. അവിടെ വെച്ച് ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പ് തോമസ് തറയിലായിരിക്കും സമാപന സന്ദേശം നൽകുക. നൂറുകണക്കിന് വിശ്വാസികളാണ് സമീപ പ്രദേശങ്ങളിലെ ദേവാലയങ്ങളിൽ നടക്കും. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടക്കുന്ന ഈ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായുള്ള സംയുക്ത കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പാളയത്തേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം മുഖ്യ സന്ദേശം ഇപ്പോൾ പൂർത്തിയാക്കുന്നതിന് പിന്നാലെ പരമ്പരാഗത രീതിയിലാണ് പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ഈ ദുഃഖവെള്ളി ആചരണത്തോടനുബന്ധിച്ചുള്ള കുരിശിന്റെ വഴിയും മറ്റ് ചടങ്ങുകളുമൊക്കെ നടക്കുക. അത്തരത്തിൽ മറ്റ് ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം, അതായത് ഈ 50 നോമ്പിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി ഈ ഒരു വാരം മുഴുവൻ അത് പീഡാനുഭവ വാരമാണ്. ഓരോ ദിവസവും ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ദുഃഖവെള്ളി. ക്രിസ്തുവിനെ കുരിശിലേറ്റുന്നതിന്റെ സ്മരണ പുതുക്കിക്കൊണ്ടാണ് ഈ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായുള്ള കുരിശിന്റെ വഴിയെ നടക്കാൻ ക്രൈസ്തവ സമൂഹം ഇവിടെ സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി ചടങ്ങുകൾ നടക്കുന്നു. വിശ്വാസികൾ പ്രാർത്ഥനയുമായി ഒത്തുകൂടുന്നു. ഡാൻ കുര്യനും ഡാനി പോളുമാണ് പീഡാനുഭവ സ്മരണകൾ അതുമായി ബന്ധപ്പെട്ട വിശ്വാസികളുടെ പ്രാർത്ഥനകൾ പങ്കുവച്ചത്.
40-ാം വർഷവും പതിവ് തെറ്റിക്കാതെ റോഷി അഗസ്റ്റിനും സംഘവും കാൽനടയായി മലയാറ്റൂരിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അവധി കൊടുത്താണ് യാത്ര. ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന വലിയൊരു സംഘം അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. തുടർച്ചയായി 40-ാം വർഷവും കാൽനടയായി മലയാറ്റൂരിലേക്ക് തിരിച്ചു കഴിഞ്ഞു റോഷി അഗസ്റ്റിൻ. എല്ലാ വർഷവും അദ്ദേഹം ഇത് പതിവാണ്. മന്ത്രിയായിരുന്ന സമയത്ത് ഈ വർഷങ്ങളിലുടനീളം അദ്ദേഹത്തിൻ്റെ മലയാറ്റൂർ യാത്ര അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. ഇത്തവണയും തിരഞ്ഞെടുപ്പ് തിരക്കാണ്. ഇനി കുറേ ദിവസങ്ങൾ മാത്രമാണ് പ്രചരണത്തിലുള്ളത്. ഇതിനിടയിൽ അദ്ദേഹം കാൽനടയായി ഇപ്പോൾ മലയാറ്റൂരിലേക്ക് യാത്ര തുടരുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് യാതൊരു തരത്തിലുള്ള ലക്ഷണവും കാണുന്നില്ല. ഹോർമുസ് കടലിലേക്ക് തുറക്കാനുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ ബഹ്റിൻ മുന്നോട്ട് വെച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. മേഖലയിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ ഓരോ രാജ്യത്തിനും അവകാശമുണ്ടെന്നും ഇതിന് അന്താരാഷ്ട്ര നിയമ പിന്തുണ വേണമെന്നുമാണ് ആവശ്യം. വിഷയത്തിൽ നിന്ന് വോട്ടെടുപ്പ് നടക്കും. ഹോർമുസ് കടലിടുക്കിൻ്റെ സുരക്ഷയിൽ US ഇടപെടില്ലെന്ന ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ബഹ്റിൻ്റെ നീക്കം. ഇതിനിടെ ഇറാനിൽ US ഇസ്രായേൽ ആക്രമണവും രൂക്ഷമാണ് എന്ന വിവരവും പുറത്തുവരുന്നു. ഇറാനിലെ ഏറ്റവും വലിയ പാലം തകർക്കുന്ന ദൃശ്യങ്ങൾ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. چه صدا دیدین وقتی نزدیک میزنه اینجوریه صدا. ഇക്കാര്യം ഇറാൻ ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ തിരിച്ചും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇറാന്റെ അവകാശവാദം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ലോകത്തെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന സംശയമില്ല ഹോർമുസുമായി ബന്ധപ്പെട്ട. ഹോർമുസിൽ ഇറാനും ഒമാനും ഏതാണ്ട് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് പരമപ്രധാനം. അവിടെയാണ് ബഹ്റിൻ്റെ ഇടപെടലും മറ്റും വരുന്നത്. മറ്റ് ലോകരാജ്യങ്ങളും ഇതിനെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ചില നിലപാടുകളൊക്കെ വ്യക്തമാക്കിയ സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ എന്താണ് GCC രാജ്യങ്ങളുടെ ഈ വിഷയത്തിലെ നീക്കം? രഞ്ജിത്ത്, ഇന്നലെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരുന്ന ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഈയൊരു ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയെപ്പറ്റി ഒന്നും തന്നെ പരാമർശിച്ചില്ല. അദ്ദേഹം അത് മറ്റ് രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്നാണ് ബഹ്റൈൻ്റെ ഈ പുതിയ നീക്കം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് GCC രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് UN-ൽ ബഹ്റൈൻ ഇത്തരമൊരു പ്രമേയം അത് മുന്നോട്ട് വെച്ചത്. അതായത് ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ അത് ഉറപ്പാക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ടെന്നും ഇതിന് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പിന്തുണ വേണമെന്നുമാണ് ബഹ്റൈൻ ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ നിലവിൽ ഇന്ന് തന്നെ വോട്ടെടുപ്പ് നടക്കും എന്നാണ് വിവരമുള്ളത്. ഇന്ത്യൻ സമയം ചിലപ്പോൾ ഇന്ന് രാത്രിയോടെയൊക്കെ ആയിരിക്കും അത് നമുക്ക് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ സാധിക്കുക. അതേസമയം തന്നെ ഈ ഒരു വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിനെതിരെ ഒരു എതിർപ്പ് വരാൻ സാധ്യതയുള്ളത് റഷ്യയുടെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നുമാണ്. അവർ പ്രധാനമായിട്ടും തങ്ങളുടെ വീറ്റോ പവർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ പ്രതിരോധിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു അപകടം മണത്തുകൊണ്ട് GCC രാജ്യങ്ങൾ മറ്റൊരു നീക്കം കൂടി നടത്തുന്നുണ്ട്. അതായത് ഈ GCC രാജ്യങ്ങൾ റഷ്യയെയും അതുപോലെ തന്നെ ചൈനയെയും കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നീക്കവും നിലവിൽ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അറേബ്യയിലെ ക്രൗൺ പ്രിൻസായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ ഇപ്പോൾ നിലവിൽ റഷ്യയുടെ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനുമായിട്ട് സംസാരിച്ചതായിട്ടാണ് വിവരമുള്ളത്. GCC രാജ്യങ്ങളിലുള്ള ചില അംഗങ്ങൾ ചൈനയും ബന്ധപ്പെടാനുള്ള നീക്കങ്ങളും നിലവിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മറ്റ് രാജ്യങ്ങളെ കൂടി ഈ തങ്ങൾക്കെതിരെ നീക്കം വരാൻ സാധ്യതയുള്ള ഈ മറ്റ് രാജ്യങ്ങളെ കൂടി അനുനയിപ്പിച്ചുകൊണ്ട് ഇറാനെതിരെ ശക്തമായിട്ടുള്ള ഒരു നീക്കവുമായിട്ടാണ് GCC രാജ്യങ്ങൾ നിലവിൽ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവർ ഇതിൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു ബഹ്റൈൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പ്രസക്തമാണ്. അതായത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെ ഓരോ രാജ്യങ്ങൾക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ആവശ്യമായിട്ടുള്ള
തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ട്. ഇതിന് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പിന്തുണ വേണമെന്നാണ്. അതായത് ഹോർമൂസ് കടലിടുക്ക് വഴി ഓരോ രാജ്യങ്ങളും കപ്പൽ യാത്ര നടത്തുമ്പോൾ അതിനെതിരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കാനുള്ള അവകാശം തന്നെയാണ് ഇതിലൂടെ ഓരോ രാജ്യങ്ങളും ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹോർമൂസ് കടലിടുക്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ അയക്കാനും ഇറാനെതിരെയുള്ള ആക്രമണം നടന്നാൽ അത് പ്രതിരോധിക്കാനുമുള്ള ഒരു അംഗീകാരം UN-ന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കും. ഇപ്പോൾ ഇതേ സമയം തന്നെ ഇപ്പോൾ ഈ ഫ്രഞ്ച് പ്രസിഡന്റായിട്ടുള്ള മാർക്കോ റൂബിയോ അദ്ദേഹം ജപ്പാനിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ജപ്പാനുമായിട്ടും ഈ ഫ്രാൻസും ജപ്പാനുമായിട്ടും നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും ഈ ഒരു ചർച്ചയിലും ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ അത് പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ഇതെല്ലാം ട്രംപ് ഇപ്പോൾ പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞതോടെയാണ് മറ്റ് രാജ്യങ്ങൾ ഹോർമൂസിന്റെ വിഷയത്തിൽ ഒന്നിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ട്രംപ് ഇന്നലെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ മറ്റൊരു പരാമർശമുണ്ട്. അതായത് ഇറാനെ ശിലായുഗത്തിന് സമാനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നയിക്കും ഒരു ഡീലിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ. ഇപ്പോൾ അതിന് ആ ഒരു രീതിയിൽ ഇറാനെതിരെ ശക്തമായിട്ടുള്ള ആക്രമണവും അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്നുണ്ട്. ടെഹ്റാന് സമീപമുള്ള ഇറാനിലെ ഏറ്റവും വലിയ പാലങ്ങളിലൊന്ന് അത് US പൂർണ്ണമായി തകർത്തിട്ടുണ്ട്. ട്രംപ് തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ ട്രൂത്ത് സോഷ്യൽ വഴി പങ്കുവച്ചിട്ടുമുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു മുന്നറിയിപ്പായി ട്രൂത്ത് സോഷ്യലിൽ ഇപ്രകാരം കുറിക്കുകയും ചെയ്യുന്നു. അതായത് ഇറാൻ എത്രയും വേഗം ഒരു ഡീലിൽ എത്തിച്ചേരാൻ തയ്യാറാകണം, ഇല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും നാമാവശേഷമാക്കും എന്നെല്ലാമാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. ഇത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു ഗ്രേറ്റർ നേഷൻ അത് പടുത്തുയർത്താൻ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് എന്നതാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. അതുമാത്രമല്ല മറ്റ് ചില ആക്രമണങ്ങളും നിലവിൽ ടെഹ്റാനിലും സമീപ പ്രദേശങ്ങളിലും നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ടെഹ്റാനിലുള്ള ഏറ്റവും പഴയ, അതായത് ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുള്ള ഒരു മെഡിക്കൽ റിസർച്ച് സെൻറ്റർ അത് US-ഉം ഇസ്രായേലും ആക്രമിച്ച് പൂർണ്ണമായിട്ടും തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടെഹ്റാനിലുള്ള ഒരു സ്റ്റീൽ ഫാക്ടറി തകർത്തതായിട്ടും വിവരമുണ്ട്. മറ്റ് ചില സ്റ്റീൽ ഫാക്ടറികൾക്ക് നേരെയും ആക്രമണങ്ങൾ നടന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. ഈ പാലം തകർത്ത ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് 8 മരണമാണ് ആകെ റിപ്പോർട്ട് ചെയ്തത്. 95 പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. ഇപ്പോൾ നിലവിൽ ഇറാനുള്ളിൽ നടന്ന ആക്രമണങ്ങളിൽ മൊത്തം ഏതാണ്ട് 2000-ലധികം പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി തന്നെ പുറത്തുവരുന്ന വിവരം. റെഡ് ക്രസന്റ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 15,000-ന് മുകളിൽ കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നതായിട്ടും വിവരമുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ തിരിച്ചടികളും ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഇമേജുകളും ഉൾപ്പെടെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഈ ദുബായിലുള്ള ഈ പ്രിൻസ് സുൽത്താൻ എയർബേസ്, സൗദി അറേബ്യയിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസ്, ഇതിലുള്ള US-ന്റെ റഡാർ സംവിധാനം ഉൾപ്പെടെ ഇറാൻ ആക്രമിച്ച് തകർത്തതായിട്ടാണ് നിലവിൽ വിവരമുള്ളത്. ഇതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം നിലവിൽ പുറത്തു വന്നതായിട്ടാണ് വിവരമുള്ളത്. എന്നാൽ ദുബായ് അധികൃതർ ഇത് നിഷേധിച്ചതായിട്ടും നിലവിൽ റിപ്പോർട്ടുകളുണ്ട്. സാഹചര്യം ഏതായാലും പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയാണ്. യുദ്ധം, ആക്രമണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമാണ് അജയ് സുധാ ബിജു പങ്കുവെക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ വരും ബുള്ളറ്റിനുകളിൽ ഉണ്ടാകും. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി 6 ദിവസം. കൊടും ചൂടിലും പ്രചാരണം പൊടിപിടിക്കുകയാണ് മുന്നണികൾ. 3 മുന്നണികളുടെയും പ്രകടന പത്രിക ചർച്ചയാക്കിക്കൊണ്ടുള്ള പ്രചാരണവും തുടരുകയാണ്. മുഖ്യമന്ത്രി പ്രചാരണത്തിനായി ഇന്ന് ധർമ്മടത്തെത്തും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ള BJP ദേശീയ നേതാക്കൾ ഇന്ന് കേരളത്തിലെത്തും. JP നദ്ദ വട്ടിയൂർക്കാവിലും സ്മൃതി ഇറാനി അരുവിക്കരയിലും റോഡ് ഷോ നയിക്കും. കൊല്ലം, കുണ്ടറ മണ്ഡലങ്ങളിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും റോഡ് ഷോയുടെ ഭാഗമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. തിരുവല്ലയിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി തിരുവനന്തപുരം നഗരത്തിൽ റോഡ് ഷോയിലും പങ്കെടുക്കും. കിള്ളിപ്പാലം ജംഗ്ഷൻ മുതൽ കരമന വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോ. ഉച്ചകഴിഞ്ഞ് 3-ന് ചങ്ങനാശ്ശേരി SN കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം തിരുവല്ലയിലെത്തും. തിരുവല്ല, ആറന്മുള, ഹരിപ്പാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, റാന്നി, കോന്നി, അമ്പലപ്പുഴ, അടൂർ, ചങ്ങനാശ്ശേരി, കായംകുളം മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും.
പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ തടഞ്ഞ BJP പ്രവർത്തകർക്കെതിരെ കേസ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ BJP അംഗം സിന്ധു രാജിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തത്. സംഭവത്തിൽ കോൺഗ്രസ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകുന്നുണ്ട്. CV അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, BJPക്ക് നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അത് വളരെ കൃത്യമായി കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്, സംശയമില്ല. അതിന്റെ നിയമവഴികൾ ഇപ്പോൾ എങ്ങനെയാണ്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടെങ്കിലും അതൊരു പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകാതെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനത്തിലായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ വിഷയം മുഖ്യമന്ത്രി അടക്കം പരാമർശിക്കുന്ന ഒരു സാഹചര്യം വന്നതോടെ രാഷ്ട്രീയമായിട്ട് ഇത് കോൺഗ്രസ് ഒന്നും പറയാതെ തന്നെ അവർക്ക് അനുകൂലമാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇതിന്റെ അടുത്ത ഘട്ടം എന്ന തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ തടഞ്ഞ കൗൺസിലർക്കും മറ്റുള്ളവർക്കുമെതിരെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുപ്പ് പ്രചരണം തടയാൻ ശ്രമിച്ചു എന്ന വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും ഇവിടെ കോൺഗ്രസ് തീരുമാനിക്കുകയാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച പോലും ശേഷിക്കാത്ത സാഹചര്യത്തിൽ ഇത് വലിയ തോതിൽ തന്നെ ഈ വിഷയം പാലക്കാടും മറ്റു മണ്ഡലങ്ങളിലും ചർച്ചയാവുകയും BJPക്ക് വലിയ നാണക്കേടും പ്രതിരോധവും തീർക്കേണ്ട സാഹചര്യം വരികയും ചെയ്യും. ഏത് തരത്തിൽ പറഞ്ഞാലും ഇതിനെ പൂർണ്ണമായും ന്യായീകരിക്കാൻ BJPക്ക് കഴിയില്ല എന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ലഭിക്കുന്ന വലിയ ഒരു തുരുപ്പ് ചീട്ടാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഇത് അവരുടെ ഒരു പരസ്യ പ്രചാരണത്തിന്റെ വിഷയമായിട്ടല്ലെങ്കിൽ പോലും അവരുടെ മുഖ്യ പ്രചാരണ വിഷയമായിട്ട് ഇത് എടുക്കുക തന്നെ ചെയ്യുമെന്നും അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള നടപടികൾ ഇക്കാര്യത്തിൽ അവർ കൈക്കൊള്ളുകയും ചെയ്യുകയാണ്. ശരി, CV അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. SDPയുടെ വോട്ട് സ്വീകരിക്കുന്നത് അവരെ മാനസാന്തരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയെന്ന് AK ബാലൻ. എല്ലാ വർഗീയ ശക്തികളുടെയും കാര്യത്തിൽ ഇതാണ് നിലപാട്. വർഗീയ സംഘടനകളുടെ ആശയത്തെ പാർട്ടി എതിർക്കും, എന്നാൽ ആ സംഘടനകൾക്ക് പിന്നിൽ അണിനിരക്കുന്നവരുടെ വോട്ട് വേണ്ടെന്ന് പറയില്ല. ആശയങ്ങളിൽ മാറ്റം വരുത്തി അവർ വരുന്നതിനെ എന്തിനാണ് എതിർക്കുന്നതെന്നും AK ബാലൻ ചോദിച്ചു. SDPയുടെ പിന്തുണ സ്വീകരിക്കാൻ CPM പാടുപെടുന്നതിനിടെയാണ് AK ബാലന്റെ ഈ വിശദീകരണം. ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി മീറ്റ് ദ ലീഡറിൽ സംസാരിക്കുകയായിരുന്നു ബാലൻ. മതന്യൂനപക്ഷങ്ങളിൽ ഒരു വല്ലാത്ത ഇമേജാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളത്. തലശ്ശേരി സംഭവം നടക്കുമ്പോൾ പേടിച്ചിട്ട് കക്കൂസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാത്ത നേതാക്കന്മാരാ കോൺഗ്രസിന്റെ. സ്റ്റാൻഡാണ് സ്വീകരിക്കുന്നതെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്നും SDPയുടെ വോട്ട് വേണ്ട എന്നും പറയണം. അത് പറയുന്നില്ല. വോട്ട് വേണ്ട എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് തമ്മിൽ രണ്ടും രണ്ടാണ്. നിങ്ങളൊരു വോട്ട് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. ആരെങ്കിലും വോട്ട് തരും, നിന്റെ വോട്ട് വേണ്ടെന്ന് എങ്ങനെയാ പറയുക? നിങ്ങളിപ്പോ സംഘടനയുടെ വോട്ട് വേണ്ടെന്നാണ് പറയുന്നത്. സംഘടനയുടെ വോട്ട് വേണ്ടെന്ന് പറയാം. ഞങ്ങളിപ്പോ വീടുകളിലേക്കായിരുന്നു. ആ വീടുകളിൽ കയറുമ്പോൾ ലീഗിന്റെ വീടുണ്ടാവും, BJPന്റെ വീടുണ്ടാവും, SDPന്റെ വീടുണ്ടാവും, ജമാഅത്തിന്റെ വീടുണ്ടാവും. ആ വീടിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് രാഷ്ട്രീയ നിലപാടല്ലേ? രാഷ്ട്രീയ നിലപാടിന്റെ മതനിരപേക്ഷ സംഘടനകൾ മതി ഞങ്ങളോടൊപ്പം. ഞങ്ങളെ അവർ സ്വീകരിച്ചാൽ മതി. മുന്നണിയിൽ അത് മതി. പക്ഷെ വോട്ട് എല്ലാവരുടെ ഇതും പോകണം. മുന്നണി കൂടെ ചേർന്ന് രണ്ടും പോകും. മുന്നണിയിൽ ഘടകകക്ഷി എന്നുള്ള നിലയിൽ വർഗീയ ശക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെയും സഹായം ഞങ്ങൾക്ക് വേണ്ടയില്ല. എന്നാൽ ഈ സംഘടനകളിലെല്ലാം അണിനിരന്നിട്ടുള്ള ജനാധിപത്യ മതനിരപേക്ഷ ബോധമുള്ള ജനങ്ങളുണ്ട്. ആ ജനങ്ങളെ തള്ളാൻ ഞങ്ങൾക്ക്. അപ്പോൾ RSSന്റെയും SDPയുടെയും PDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആ സംഘടനകളെ ഞങ്ങൾ എതിർക്കും. അല്ല, സംഘടനയെ എതിർക്കുന്നതോടൊപ്പം തന്നെ ആ സംഘടന ഉയർത്തുന്ന ആശയത്തോടൊപ്പമുള്ള ജനങ്ങളെ, വോട്ടർമാർ, അവരെയും ഞങ്ങൾ എതിർക്കും. എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ മാനസാന്തരം വരുത്തുന്നതിനും മതനിരപേക്ഷ ബോധം മനസ്സിലേക്ക് എത്തിക്കുന്നതിനും നിരന്തരമായിട്ട് ഞങ്ങൾ ഇടപെടും. അവരെ ഒഴിവാക്കിക്കൊണ്ടല്ല, അവരുമായി സഹകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള ആശയം മാറ്റുന്നതിന് വേണ്ടി ഞങ്ങളുടെ ആശയം നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ സംവേദിച്ചു കൊണ്ടേയിരിക്കും. AK ബാലന് മറുപടിയുമായി MK മുനീർ രംഗത്ത് വന്നു. ഈ വിഷയത്തിൽ CPM തൊടുന്നത് അമ്പലപ്പുഴ പാൽപ്പായസവും മറ്റുള്ളവർ തൊട്ടാൽ അത് പാവയ്ക്ക നീരായി മാറുമെന്നാണ് പരിഹാസം. SDPയെ പിന്തുണ വാങ്ങിയത് അവർ നന്നാക്കാനാണെന്ന AK ബാലന്റെ പരാമർശത്തോടാണ് മുനീറിന്റെ പ്രതികരണം. AK ബാലൻ പറഞ്ഞിട്ടുള്ളത് SDPയുടെ പിന്തുണ വാങ്ങുന്നത് അവർ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്.
എന്തൊരു നല്ല പാർട്ടിയാണെന്ന് ആലോചിച്ച് നോക്കി. ഇവർ നന്നാക്കിയതാണല്ലോ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ. നന്നായില്ലേ അവർ നന്നാക്കിയിട്ട് പിന്നെ അവരിൽ നിന്ന് മാറിയപ്പോഴേക്ക് പിന്നെയും മോശമായി പോയി. ഇപ്പം ഇനി SDPI കുളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ആളുകളെയും വെളുപ്പിക്കുക എന്നുള്ളൊരു ചുമതലയാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം ഇവർ തൊടുന്ന ആളുകൾ മുഴുവൻ അമ്പലപ്പുഴ പാൽപ്പായസമാണ്. നമ്മൾ തൊട്ടാൽ കയ്പയും പാവയ്ക്കാൻ നീരാവുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം, ഏതാണ്ട് 6 ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇഞ്ചോടിഞ്ച് ഏറ്റുമുട്ടുകയാണ് അമ്പലപ്പുഴ അടക്കം. പ്രത്യേകിച്ചും ആലപ്പുഴയിൽ നമുക്കറിയാം വലിയ പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. അമ്പലപ്പുഴയിൽ G. സുധാകരൻ വെല്ലുവിളി ഉയർത്തുന്നു. ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് വർത്തമാനം നമുക്ക് നോക്കാം. ആലപ്പുഴ ബീച്ചിൽ TG സജിത്തും VV അരുണും ചേരുന്നുണ്ട്. സജിത്ത്, അരുണ്, നമുക്കറിയാം സുധാകരന് ഇന്നലെ മറുപടി നൽകിയിരുന്നു മുഖ്യമന്ത്രി. അതിന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണവും വന്നു. സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ടതുണ്ട്. ഒപ്പം നിരവധി കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്ന ഒരുപാട് മണ്ഡലങ്ങൾ ഇത്തവണ ആലപ്പുഴയിലുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ അവിടുത്തെ ബീച്ച്, രാവിലെ ബീച്ചിലൊക്കെ നടക്കാൻ വരുന്ന ഒരുപാട് ആളുകൾ കാണും, അവർക്ക് പറയാനുള്ളത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഞാൻ വരുണം ഇങ്ങനെ കുറച്ച് ദിവസമായി സംസ്ഥാനത്തിന്റെ പൊതുരാഷ്ട്രീയത്തിനൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നലെ പത്തനംതിട്ട ജില്ലയിലെ ചില മണ്ഡലങ്ങളിലായിരുന്നു. ഇന്ന് ആലപ്പുഴയുടെ പൊതുരാഷ്ട്രീയമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും സുപ്രധാനമായ ഇടം അമ്പലപ്പുഴ തന്നെയാണ്. അമ്പലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് ആര് ജയിച്ചാലും ആര് തോറ്റാലും ആര് സംസ്ഥാന ഭരണം പിടിച്ചാലും അത് പ്രത്യേകം വേറിട്ട് നിൽക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ രാഷ്ട്രീയം നമുക്ക് പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് അമ്പലപ്പുഴയിലെ വോട്ടർമാരുമായും ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരുമായും കൂടി ഞങ്ങൾ സംവദിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അരുണ, ബീച്ചിന്റെ രാഷ്ട്രീയം നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കണമെന്തെങ്കിലും? ആലപ്പുഴ ശ്വാസത്തിൽ പോലും രാഷ്ട്രീയമുള്ള സ്ഥലമാണ്. അത് ആ രീതിയിൽ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന, അത് ഇടത് രാഷ്ട്രീയമായാലും അതുപോലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയവും ഇപ്പോൾ BJPയും ആലപ്പുഴ രാഷ്ട്രീയത്തിലേക്ക് ശക്തമായി തന്നെ വരികയാണ്. പലയിടത്തും ഒരുപക്ഷെ നേരത്തെയൊക്കെ CPMന്റെയും കോൺഗ്രസിന്റെയൊക്കെ സ്ട്രോങ് ഹോൾഡ് എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിൽ പോലും BJP വളർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ രാഷ്ട്രീയം എല്ലാവരും സംസാരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ രീതിയിലുള്ള രാഷ്ട്രീയ പോരിവിടെയുണ്ട്. ഈ നമ്മൾ നിൽക്കുന്ന ബീച്ച് ഭാഗം ഇത് അമ്പലപ്പുഴ മണ്ഡലമാണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഈ റോഡിൽ നിന്ന് ക്രോസ് ചെയ്താൽ അപ്പുറത്തേക്ക് ആലപ്പുഴ മണ്ഡലവും വരും. അങ്ങനെ 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ 2 പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾക്ക് നമ്മൾ നിൽക്കുന്നത്. ഇത് കൃത്യമായി അമ്പലപ്പുഴ മണ്ഡലമാണ്. അമ്പലപ്പുഴ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. അതെ, ഇതാണ് സാഹചര്യം. എന്തായാലും ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ ആംബിയൻസ് കൂടി ഒന്ന് കാണിക്കാം. ആലപ്പുഴ ഇവിടെ ബീച്ചില് രാവിലെ ക്രിക്കറ്റ് കളിയൊക്കെയായിട്ട് ആളുകൾ ഇങ്ങനെ സജീവമായിട്ടുണ്ട്. ഒപ്പം പ്രഭാത സവാരിക്കാരുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം ഒരു പുണ്യ ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബീച്ചിലൊന്നും പതിവ് പോലെയുള്ള ഒരു തിരക്കില്ല. എങ്കിലും ബീച്ചിലും രാഷ്ട്രീയമുണ്ട്. ഇവിടെ വന്നു പോകുന്നവർക്കിടയിലും ഞങ്ങൾക്ക് സംസാരിച്ച ചിലരെങ്കിലുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന അടിമുടി രാഷ്ട്രീയം എന്നതാണ് അമ്പലപ്പുഴയുടെ ആലപ്പുഴയുടെ സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നത്. ചില ആളെങ്കിലൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ചിലരുടെയെങ്കിലും അഭിപ്രായം ചോദിച്ചു പോവാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പേര്? എൻ്റെ പേര് അഷ്റഫ്. എന്താണ് ഞങ്ങള് ഈ തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുമ്പം അമ്പലപ്പുഴ എന്ത് ഇത്തവണ ചിന്തിക്കും, ഏത് രീതിയിൽ ചിന്തിക്കുമെന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഞങ്ങൾ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും 10 വർഷത്തെ സഖാവ് പിണറായി വിജയന്റെ ഭരണത്തെക്കുറിച്ച് ജനങ്ങളെല്ലാം സംതൃപ്തരാണ്. തീർച്ചയായിട്ടും സംതൃപ്തരാണ്. CPM ആണ്. ഓഫ്കോഴ്സ്, തീർച്ചയായിട്ടും. ഞാൻ ബാല്യകാലം മുതൽ SFI, സ്കൂൾ തലം മുതൽ SFI ആയിട്ട് പ്രവർത്തിച്ച് ഇതിലും കട്ട CPM ആണ് G. സുധാകരൻ. ആയിരുന്നു സുധാകരൻ. അദ്ദേഹമാണ് ഇപ്പം കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. ഓക്കെ, സുധാകരൻ സാറിനോട് ബഹുമാനമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം വളരെ വളരെ ജനങ്ങളുടെ ഇടയിൽ മാനസികമായിട്ട് വളരെ വളരെ പിന്നോക്കത്തിലാണ്. പാർട്ടി അനുഭാവി എന്ന രീതിയിലാണോ സുധാകരന്റെ തീരുമാനം? തീർച്ചയായിട്ടും അല്ല. കാരണം സുധാകരൻ സാറിനെ കുറിച്ച് വ്യക്തിപരമായി നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ തീരുമാനം വളരെ വളരെ മോശമാണ്. ജനങ്ങൾ അത് തീർച്ചയായിട്ടും ഈ 9-ാം തീയതി വിലയിരുത്തും. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിക്കകത്ത് ഒത്തിരി പേര് സുധാകരനെ അനുകൂലിക്കുന്നവരില്ലേ? സുധാകരൻ സാറിന് നീതി കിട്ടിയില്ല എന്ന് ചിന്തിക്കുന്നവരുള്ളൂ. എന്ത് നീതി കിട്ടിയില്ല? അദ്ദേഹം എത്ര പ്രാവശ്യം ഇവിടെ MLA ആയിരുന്നു, അദ്ദേഹം എത്ര പ്രാവശ്യം മിനിസ്റ്ററായിരുന്നു. തീർച്ചയായിട്ടും പിണറായി മന്ത്രിസഭ ഇവിടെ 3-ാം പ്രാവശ്യം വരും. വന്നു കഴിഞ്ഞാൽ നല്ലൊരു പൊസിഷൻ അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു. തീർച്ചയായിട്ടും കൊടുക്കുമായിരുന്നു. കോൺഗ്രസുകാർക്കും BJPക്കാർക്കും രാഷ്ട്രീയമില്ല, അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയമില്ലാത്ത ആളുകൾക്കും ഒക്കെ വലിയ താല്പര്യമുള്ള ആളല്ലേ G. സുധാകരൻ. അപ്പൊ സ്വാഭാവികമായിട്ട് ആയിരുന്നു. ഇപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ കാലം അദ്ദേഹത്തെ CPM ഒതുക്കിയെന്ന വികാരമുള്ള ഒരുപാട് ആളുകൾ. ഒരിക്കലും പാർട്ടി അദ്ദേഹത്തെ ഇപ്പോഴും തള്ളി പറഞ്ഞിട്ടില്ലല്ലോ, ഒരിക്കലും തള്ളി പറയില്ലല്ലോ. അദ്ദേഹത്തിന്റെ തീരുമാനമാണ് പ്രശ്നം.
താങ്ക് യു. പറഞ്ഞോളൂ. എന്തായാലും താങ്കളുടെ ആ നിലപാട് വിജയിക്കാൻ കഴിയട്ടെ. ഇവിടെ ഈ പ്രദേശത്തോട്ടുള്ള മറ്റു ആൾക്കാരൊക്കെ അന്വേഷിച്ച് നോക്കൂ. ഈ എന്റെ അഭിപ്രായം തന്നെ ആയിരിക്കും 90%. ആലപ്പുഴയിൽ സഖാവ് ചിത്തരഞ്ജൻ അദ്ദേഹത്തിനെ പറ്റി നിങ്ങൾ ഇപ്പം അങ്ങോട്ട് ചെന്ന് നോക്കിയാൽ അറിയാം. അദ്ദേഹം രാവിലെ 7 മണിക്ക് നടന്നിട്ട് വന്നിട്ട് അവിടെ ഇരിക്കും. ഇരുന്നിട്ട് ഒരു 9 മണിവരെ ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ അദ്ദേഹം ഇരിക്കും എല്ലാ ദിവസവും. ഓക്കെ, അതുപോലെ തന്നെ എച്ച് സലാം നിങ്ങളെ വണ്ടാനത്തേക്ക് പോകും. അപ്പൊ എച്ച് സലാമും സുധാകരൻ ജയിക്കുമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. സോറി, എച്ച് സലാമും ചിത്രയും ആലപ്പുഴയിൽ തീർച്ചയായിട്ടും എച്ച് സലാം, ആലപ്പുഴയിൽ സഖാവ് ചിത്തൻ 100%. നമുക്ക് ഈ അപ്പുറം ഒരു മറുപടി പ്രതീക്ഷ ഇവിടുന്ന് വേണ്ട. രണ്ടാമത് ഇത് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യണം, ഞാൻ പറഞ്ഞത്. ഇതിനപ്പുറം ഒരു വിശകലനം അദ്ദേഹത്തിന് കിട്ടാൻ ഇവിടെ കട്ട CPM ആണ്. നമുക്ക് ഇവിടെ കളി കാണാനിരിക്കുന്ന ചിലരോടെങ്കിലും ചോദിക്കാം. നിങ്ങളൊക്കെ ഞങ്ങൾ ആലപ്പുഴ രാഷ്ട്രീയം ചോദിക്കാം. എന്താ തെരഞ്ഞെടുപ്പൊക്കെ വന്നല്ലോ, അതെ ഇപ്പം തീരുമാനമൊക്കെ എടുത്തോ ആർക്ക് വോട്ട് ചെയ്യുന്ന? രാഷ്ട്രീയമില്ല, പക്ഷേ ജി സുധാകരൻ പുള്ളി ഒരു ജനകീയനായിട്ടുള്ള നേതാവാണ്. അതുപോലെ തന്നെ മന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരൻ ഒട്ടേറെ കാര്യങ്ങൾ പുന്നപ്പുറയ്ക്ക് വേണ്ടിയും അമ്പലപ്പുഴയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കരതീർന്ന രാഷ്ട്രീയക്കാരെന്ന് പറയാം, ഒരു അഴിമതിയില്ല. അങ്ങനെ 5 തവണ MLA ആയി, മന്ത്രിയായി, 2 തവണ മന്ത്രിയായി, ഇത്രയും വർഷം ആയി, ഇത്രയും പ്രായം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പുതിയ ആളുകൾക്ക് മാറി കൊടുക്കണ്ടേ? ഇല്ല, നമുക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വരുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത്. പുള്ളിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സുധാകരൻ തന്നെ ജയിക്കാൻ സാധ്യത? അതെ അതെ, തീർച്ചയായും. രാഷ്ട്രീയമില്ലെന്ന് പറയുന്ന ഒരാളുടെ ഒരു പ്രതികരണമാണ്. സ്വാഭാവികം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഒക്കെ ഇവിടെ ഉണ്ടാകും. ജി സുധാകരൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഒരു സെക്കൻഡ് തീരുമാനം എടുത്ത് വോട്ട് ചെയ്യുന്നില്ലേ? ഇത്തവണ വോട്ട് ചെയ്യുന്നില്ലേ? പലപ്പോഴും നല്ല പോരാണോ? എന്താണ് നിങ്ങള് പൊളിറ്റിക്കൽ വ്യൂവിലാണോ വോട്ട് ചെയ്യുന്നത്, അതോ സ്ഥാനാർത്ഥികളുടെ ആരാണ്? എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ്. എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളാണ്. ജി സുധാകരൻ പാർട്ടി മാറിയാണ് ഇപ്പൊ കോൺഗ്രസിനൊപ്പം മത്സരിക്കുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? സാർ മാറിയെങ്കിൽ നല്ലതായിരിക്കും. സാർ മാറിയെങ്കിൽ ശരിയായിരിക്കും. ജി സാറിന് തന്നെ ജയിക്കും. അത്ര വിശ്വാസമാണ് ജി സുധാകരൻ? ആണ്, വിശ്വാസമാണ്. അങ്ങനെ എന്തായാലും അവരുടെ സമ്മിശ്രമായ നിലപാട്. അല്ല ചേട്ടാ, തീരുമാനിച്ചോ? വോട്ട് ചെയ്യാൻ തീരുമാനിച്ചോ? എന്തായാലും അരുണ, ഒരു കാര്യം ഉറപ്പിക്കാം, അമ്പലപ്പുഴയുടെ ഒരു രാഷ്ട്രീയ പോര് കൃത്യമായ രാഷ്ട്രീയമൊന്നും പറയാൻ സാധ്യതയില്ലാത്ത യുവതലമുറയ്ക്കിടയിലും അത് വളരെ സജീവമായിട്ടുണ്ട്. രഞ്ജിത്ത്, ഒരു കാര്യം ഉറപ്പാണ്, ആലപ്പുഴ പറയാൻ പോകുന്ന രാഷ്ട്രീയം ഇത്തവണ അതിസുപ്രധാനമാണ്. എന്തുകൊണ്ടെന്നാൽ അതൊരു പക്ഷേ അമ്പലപ്പുഴയുടെ മാത്രം രാഷ്ട്രീയമല്ല. നമുക്കറിയാം, ആലപ്പുഴ എപ്പോഴും ഒരു ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലമാണ്. കണക്കെടുപ്പിൽ എപ്പോഴും ഇടതുപക്ഷം കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന ഇടമാണ്. അവിടെ ഇത്തവണ മാറി മറിയുന്ന രാഷ്ട്രീയമുണ്ടോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും നമുക്ക് അത്തരം ചില കാര്യങ്ങൾ കൂടി പ്രതീക്ഷിക്കണം, അല്ലേ അരുണ്? അങ്ങനെ ഒരു സാഹചര്യം ഇല്ലേ? സാർ, തീർച്ചയായിട്ടും ഈ ജി സുധാകരനെ പറ്റി യുവതലമുറ രാഷ്ട്രീയമില്ലെന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആയിരിക്കാം, എങ്കിൽ പോലും രാഷ്ട്രീയമില്ലെന്ന് പറയുന്ന ആളുകൾ പോലും ജി സുധാകരൻ എന്ന വ്യക്തിയെ വലിയ രീതിയിൽ കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നേതാവായി, അഴിമതിയില്ലാത്ത നേതാവായി അദ്ദേഹം മാറിയെങ്കിൽ അത് ശരിയുടെ പക്ഷത്തേക്ക് മാറുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് തീർച്ചയായിട്ടും CPM-ന് തലവേദന ഉണ്ടാക്കുന്ന, തിരിച്ചടിയുണ്ടാക്കുന്ന ഒരു വികാരം തന്നെയാണ്. അതെ, എനിക്ക് തോന്നുന്നു സുധാകരനെ കുറിച്ച് നെഗറ്റീവ് പറയാനില്ല എന്നൊരു വലിയ പ്രശ്നം. അഴിമതിയില്ല, അദ്ദേഹത്തിന്റെ കാലത്ത് കൃത്യമായ വികസനം വന്നു. അങ്ങനെയുള്ള ഒരു ചിന്തയുള്ള ആളുകൾ സ്വാഭാവികമായും അത് CPM-ന് വലിയ വെല്ലുവിളി ഉണ്ടാക്കും. കാരണം BJPയുടെ വോട്ടും ഒക്കെ സുധാകരന് കിട്ടുമെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുമ്പോൾ സ്വാഭാവികമായും അത്തരമൊരു സാഹചര്യം കൂടി ചർച്ച ചെയ്യപ്പെട്ടു പോകേണ്ടതാണ്. എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? എങ്ങനെയുണ്ട്? വോട്ട് ചെയ്യണ്ടേ? എങ്ങനെയുണ്ട് ഇവിടെ? നല്ല ഇത് അമ്പലപ്പുഴയാണോ? ആലപ്പുഴ നല്ല അതെ 3 സ്ഥാനാർത്ഥികൾ നല്ല രീതിയിലാണ് അവരുടെ പ്രകടനം. നല്ലൊരു പോരാട്ടമാണ്. ഈ സ്ഥാനാർത്ഥിയാണോ നോക്കുന്നത്? സംസ്ഥാനത്തിന്റെ പൊതുരാഷ്ട്രീയമൊക്കെ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ പരിഗണിക്കും? തീർച്ചയായിട്ടും നമ്മൾ നോക്കുമല്ലോ, അതിന്റെ ഒരു ഭാഗമായിട്ടാണല്ലോ നമ്മളിവിടെ വോട്ട് ചെയ്യുന്നത്. നല്ല പോരാട്ടം. നല്ല ജി സുധാകരൻ CPM-ന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹം പാർട്ടി മാറി കോൺഗ്രസിൽ വരും. അതിനെങ്ങനെയാണ് പൊതുവിൽ നിങ്ങളെപ്പോലുള്ള ആളുകളാണ്? പുള്ളി ഒരു എനിക്കതിനെ പറ്റി പറയുന്നില്ല. വേണ്ട. ഓക്കെ, എന്തായാലും അമ്പലപ്പുഴയുടെ പൊളിറ്റിക്കൽ ഫൈറ്റ് അത് എത്ര കണ്ട് വലിയ തീവ്രമാണെന്ന് തെളിയിക്കപ്പെടുന്ന കാര്യമാണ്. എന്തായാലും അമ്പലപ്പുഴയുടെ കണക്കെടുപ്പിൽ അല്ലെങ്കിൽ ആലപ്പുഴയുടെ കണക്കെടുപ്പിൽ ആരെ എന്ന ചോദ്യമാണ്. വോട്ട് ചെയ്യണ്ട ഇത്തവണ? തീർച്ചയായിട്ടും ആണ്. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അമ്പലപ്പുഴയാണോ ആലപ്പുഴയാണോ? ആലപ്പുഴ ഉണ്ടല്ലോ.
എങ്ങനെയുണ്ട്? അവിടുത്തെ ഒരു യുവ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്നത്. CPM-ന്റെ സിറ്റിംഗ് MLA ആണ്. സിറ്റിംഗ് MLA-യുടെ പ്രവർത്തനം വളരെ ഭംഗിയായിരുന്നു. 5 വർഷം നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നല്ല വികസന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ അമ്പലപ്പുഴ പക്ഷേ കോൺഗ്രസിൽ മത്സരിക്കുന്നത് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ് ആര് ജയിച്ചാലും ഒരു 1000 വോട്ട് ജയിക്കും. അതേ മത്സരമുണ്ട്. അത്രയും അടുത്ത മത്സരമാണ്. ഈ ജി സുധാകരന്റെ അടുത്ത ആളുകൾക്ക് ഈ പാർട്ടിക്ക് അപ്പുറത്തേക്കുള്ള ഒരു സ്നേഹവും ബന്ധമൊക്കെ ഉണ്ട്. പുള്ളി പഴയ ആളല്ലേ, അപ്പോൾ അവിടുത്തെ പഴയ ലോക്കൽ ആളാണ്. അതുപോലെ തന്നെ എതിർ സ്ഥാനാർത്ഥിയും യുവജനങ്ങളുടെ ഇടയിൽ വളരെ കോളേജിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. സുധാകരൻ അനുകൂലമായി പോയേക്കാം. ഒന്നും പറയാൻ ഒരു 1000 വോട്ടാണ്. അതായിരുന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. BJP-യുടെ ഒരു എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനമൊക്കെ? അവരവരുടേതായ വോട്ട് കളക്ട് ചെയ്തേ ഉള്ളൂ. കളക്ട് ചെയ്യും. യെസ്, എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം നമുക്ക്. ആലപ്പുഴ ജില്ല ഇത്തവണ പറയാൻ പോകുന്ന രാഷ്ട്രീയം അത് ഈ സംസ്ഥാന ഭരണം നിശ്ചയിക്കുന്നതിൽ നിർണായകമാവുമെന്ന് ഉറപ്പാണ്. കാരണം പലപ്പോഴും സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥകളിലും ആലപ്പുഴ ഇടതുപക്ഷത്തേക്ക് തന്നെ നിന്ന അനുഭവമുണ്ട്. ഇത്തവണ അതിന് മാറ്റമുണ്ടാകുമോ? ജി സുധാകരന് എന്ത് സംഭവിക്കും? ഇങ്ങനെ നിരവധി കൌതുകമുയർത്തുന്ന ആകാംക്ഷയുയർത്തുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തരാൻ പോകുന്നത്. അതുതന്നെയാണ് ഈ ആലപ്പുഴയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രഞ്ജിത്തെ, നമുക്ക് ഇന്ന് കൂടുതൽ വോട്ടർമാരെ നമുക്കിത് കാണണം. കൂടുതൽ പ്രതീക്ഷകൾ ആളുകളിൽ നിന്ന് അറിയണം. ഹരിപ്പാടടക്കമുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങൾ പോകുന്നുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങൾ നേരിട്ട് നമുക്കറിയാം. ആലപ്പുഴ എന്ത് പറയും? തീർച്ചയായും ആലപ്പുഴയിൽ വലിയ പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് അത്. അവിടെയാണ് ഇന്ന് അരുണും ഒപ്പം TG സജിത്തും ഉള്ളത്. കഴക്കൂട്ടത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കി ഇടതു വലത് മുന്നണികളും BJP-യും UDF-ഉം BJP-യും സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രനെ കുറ്റപ്പെടുത്തുമ്പോൾ തന്റെ കൈകൾ ശുദ്ധമെന്നും വ്യാജ പ്രചരണം ജനം തിരിച്ചറിയുമെന്നും പറഞ്ഞാണ് കടകംപള്ളിയുടെ മറുപടി. CPM-ഉം BJP-യുമായി ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ നില മെച്ചപ്പെടുത്താൻ UDF-ഉം കിണഞ്ഞ് പരിശ്രമിക്കുന്നു. കാട്ടായിക്കോണം ഉൾപ്പെടെയുള്ള പാർട്ടി കോട്ടകൾ, കടകംപള്ളി സുരേന്ദ്രൻ എന്ന ജനകീയ നേതാവിന്റെ സാന്നിധ്യം. 96-ലാണ് കടകംപള്ളി സുരേന്ദ്രൻ ആദ്യമായി കഴക്കൂട്ടത്തിന് ജനപ്രതിനിധിയാകുന്നത്. പിന്നെ 2016-ലും 2021-ലും 16-ൽ ജയിച്ചുവെന്ന കടകംപള്ളിക്ക് CPM സമ്മാനിച്ചത് മന്ത്രിസ്ഥാനം. 21-ൽ ഭൂരിപക്ഷം കടകംപള്ളി ഉയർത്തി. ഇത്തവണയും ഹാട്രിക് വിജയം നേടുമെന്നതിൽ കടകംപള്ളി സുരേന്ദ്രന് സംശയമൊന്നുമില്ല. സാധാരണഗതിയിൽ UDF-ൽ നിന്നും BJP-യിൽ നിന്നാണ് ശബരിമല ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങ് എല്ലായിടും പ്രസംഗിക്കുമ്പോഴും ആദ്യം പറയുന്നത് ശബരിമലയാണ്. എന്താണ് അത്ര ആത്മവിശ്വാസത്തിന് കാരണം? അല്ല, നമ്മുടെ കൈകൾ ശുദ്ധമല്ലേ? ആ കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് ശബരിമലയുമായിട്ട് വേറെന്താ ബന്ധം? അവര് വളരെ ബോധപൂർവം എന്നെ കൂടെ അതിൽ പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്നെ അപമാനിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. അവരെന്നെ ഒരു വലിയ ശത്രുവായിട്ട് കാണുകയാണ്. ആ ശത്രുവായിട്ട് കണ്ടുകൊണ്ട് എന്നെ അങ്ങനെ ഒന്ന് മോശമാക്കാൻ വേണ്ടി പറ്റുമോ? അത് ഇത് പറഞ്ഞാൽ മോശമാക്കാൻ പറ്റുമോ? അങ്ങനെ അവർ ശ്രമിക്കുന്നതാണ്. അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾക്ക് നല്ല ബോധ്യമാണ് ഞാൻ പറയുന്ന മറുപടി. രണ്ടു തെരഞ്ഞെടുപ്പുകളിലെ രണ്ടാം സ്ഥാനം, തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും വലിയ മുന്നേറ്റം, മണ്ഡലത്തിലുണ്ടായ രാഷ്ട്രീയ വളർച്ച, ഒപ്പം വി മുരളീധരൻ എന്ന നേതാവിന്റെ സാന്നിധ്യവും. BJP-യുടെ പ്രതീക്ഷകൾ ഇത്തവണ കഴക്കൂട്ടത്ത് ആളിക്കത്തുകയാണ്. മുൻ ദേവസ്വം മന്ത്രി കൂടിയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹം തന്നെ പ്രചരണ യോഗങ്ങളിൽ ആദ്യം പറയുന്നത് ശബരിമല സംബന്ധിച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു. ഒരു ദേവസ്വം മന്ത്രി നിലയിൽ അങ്ങനെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും കള്ളപ്രചരണം നടത്തുന്നു അദ്ദേഹം പറയുന്നു. അദ്ദേഹം പിന്നെ എന്തിനാ SIT വിളിച്ചപ്പോൾ ഒളിച്ചു പോയത്? നേരെ പോയിരുന്നില്ലേ? അപ്പോ അതിനർത്ഥം പിന്നെ മന്ത്രിക്ക് ധാർമ്മിക ഉത്തരവാദിത്തം ഉള്ളൂ എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. മന്ത്രിയാണ് ഒരു വകുപ്പിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് നിറവേറ്റുന്നതിൽ അദ്ദേഹം സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളത് വ്യക്തമായി. ഈ സുരേഷ് ഗോപി പോലും പലയിടത്തും ഹൈമാസ് ലൈറ്റെങ്കിലും വച്ചിട്ടുണ്ട്. റാന്തൽ വിളക്ക് പോലും കഴക്കൂട്ടം മണ്ഡലത്തിന് നൽകാത്ത, സംസ്ഥാനത്തെ പറ്റി കുത്തിരിപ്പ് മാത്രം പറയുന്ന ഒരു കേന്ദ്രമന്ത്രിയായിരുന്നു മുരളീധരൻ എന്ന അദ്ദേഹത്തിന്റെ വിമർശനം.
അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരാളാണ്. സ്വന്തം വകുപ്പ് ഭരിക്കാൻ അറിയാത്ത ഒരാള് ബാക്കിയുള്ള മന്ത്രിമാരെ കുറിച്ച് പറയുന്നതിൽ ഒരർത്ഥമില്ല. മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിയും മുന്നണിയിലെ കരുത്തൻ എം വി രാഘവനും മത്സരിച്ച് വിജയിച്ച മണ്ഡലം, പതിറ്റാണ്ടുകളോളം UDF ശക്തി ദുർഗം. ആ മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ് ശരത്ചന്ദ്ര പ്രസാദിലൂടെ UDF ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് അതിശക്തമായി നമ്മൾ ഈ മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ്. തലേക്കുന്ന് ബഷീർ, എ കെ ആന്റണി, MM ഹസൻ, MV രാഘവൻ, നമ്മൾ MA വാഹിയത്, ഇവരൊക്കെ ജയിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ ഒരു 2 തവണ ഒരു പാളിച്ച സംഘടനാപരമായി പറ്റിയുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടതാണ്. ഇപ്പോ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ അനുകൂലമാണ്. ഈ മണ്ഡലത്തിലെ അന്തരീക്ഷം അനുകൂലമാണ്. കേരളമെമ്പാടെ UDF ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള, അതിന്റെ കഥാതന്തു നിൽക്കുന്നത് കഴക്കൂട്ടത്താണ്. അപ്പോൾ ആ ഒരു വികാരം ജനങ്ങളുടെ ഇടയിൽ ശക്തമായിട്ടുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ 100 ദിവസത്തിനുള്ളിൽ ശബരിമല കൊള്ളയടിച്ച കുറ്റവാളികളെ കൽത്തുറങ്കിലാണ് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ BJP ജയിച്ചു വന്നാൽ BJPക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. BJPക്ക് ചെയ്യണമായിരുന്നെങ്കിൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാമായിരുന്നു. കേന്ദ്ര ഏജൻസിക്ക് ഇടപെടാമായിരുന്നു, ഇടപെട്ടില്ല. അതാണ് ടി ശരത്ചന്ദ്രപ്രസാദിന്റെ ആത്മവിശ്വാസം. വിജയം ഉറപ്പാണ്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുമെന്നാണ് അദ്ദേഹം പറയുകയാണ്. സി വിനോദ്കുമാറിനൊപ്പം VV അരുൺ, News 18 തിരുവനന്തപുരം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ പരസ്യപ്രചാരണം അവസാന ലാപ്പിലേക്ക്. BJPയുടെയും മുസ്ലിം ലീഗിന്റെയും ജില്ലാധ്യക്ഷന്മാർ നേർക്കുനേർ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ ഇക്കുറി ജില്ലാ പഞ്ചായത്ത് മുൻ ഉപാധ്യക്ഷനെ സ്വതന്ത്രനായി കളത്തിലിറക്കിയാണ് ഇടതുമുന്നണിയുടെ പോരാട്ടം. ശക്തമായ ത്രികോണ പോര് നടക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ ഇരു പാർട്ടികളുടെയും ജില്ലാ അധ്യക്ഷന്മാർ തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിനാജി മണ്ഡലത്തിൽ പുതുമുഖമാണ്. UDF ജില്ലാ ചെയർമാൻ കൂടിയായ കല്ലട്ര മാഹിനാജിക്ക് പാർലമെന്റ് രംഗത്തേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥിത്വം. വികസന തുടർച്ചയ്ക്ക് ഒരു വോട്ട് എന്നതാണ് മാഹിനാജിയുടെ മുദ്രാവാക്യം. അപ്പോൾ ഇപ്രാവശ്യം പ്രവർത്തകരുടെയും മണ്ഡലത്തിലെ നേതാക്കളുടെയും അഭിപ്രായ പ്രകാരം 20,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലെ ഒരേയൊരു വനിതാ സ്ഥാനാർത്ഥിയാണ് BJP ജില്ലാ അധ്യക്ഷ കൂടിയായ ML അശ്വിനി. കടമ്പാറിലെ സ്കൂൾ അധ്യാപികയായിരുന്ന അശ്വിനിക്ക് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ പ്രവർത്തന പരിചയമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് അശ്വിനിയുടെ പ്രചാരണം. ഓൾറെഡി ജയിച്ചു. ബിക്കോസ് ഇപ്പം ഞാൻ ഭൂരിപക്ഷം എത്ര കൂട്ടണമെന്നാണ് ഞാൻ കാൽക്കുലേഷൻ ആക്കുന്നുള്ളത്. അശ്വിനി വീടിൽ പേരുണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മുടെ നരേന്ദ്രമോദിജിയുടെ വികസനം, ആ എല്ലാ വികസനത്തിന്റെ വിഷൻസ് എല്ലാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ BJPക്ക് മാത്രമാണ് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കും എന്ന വിഷയം ജനങ്ങളിടയിൽ ഉള്ളതാണ്. ഇടതു സ്വതന്ത്രനായി മുൻ ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഷാനവാസ് പാദൂർ സ്ഥാനാർത്ഥിയായി എത്തിയതോടെയാണ് മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയത്. കാലങ്ങളായി INL മത്സരിക്കുന്ന മണ്ഡലത്തിൽ 3ാം സ്ഥാനത്താണ് LDF. കോൺഗ്രസ് വിട്ട് ഇടത് ക്യാമ്പിലെത്തിയ ഷാനവാസിലൂടെ നില മെച്ചപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷ. CPMന്റെ വോട്ട് ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് കൃത്യമായി ഷാനവാസ് പാദൂറിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു വാക്കുണ്ടല്ലോ ജെൻസി, അവർക്ക് അങ്ങനെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ വലിയ പൊളിറ്റിക്സ് ഒന്നുമില്ല. മഞ്ചേശ്വരത്തിനൊപ്പം BJP ഏറെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് കാസർഗോഡ്. അതേസമയം 1977 മുതൽ ലീഗ് മാത്രം പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ ഇത്തവണ കല്ലട്ര മാഹിനെത്തുമ്പോഴും UDFന് ആശങ്കകളില്ല. BJP സ്ഥാനാർത്ഥി ML അശ്വിനി വിജയിച്ചാൽ കാസർഗോഡ് നിന്നുള്ള ആദ്യ വനിതാ MLA എന്ന ചരിത്രം കുറിക്കും. LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ വിജയിച്ചാൽ ലീഗിന്റെ പൊന്നാപുരം കോട്ട ചുവന്ന കോട്ടയായി മാറുന്ന ചരിത്രമാകും. പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം. മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും പൊന്നാപുരം കോട്ട കാക്കാൻ ഇത്തവണ ആകുമോ, അതോ NDA ഇത്തവണ അക്കൗണ്ട് തുറക്കുമോ? LDF ആകട്ടെ മികച്ച മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാസർഗോഡ് മണ്ഡലത്തിലെ ഫലം പ്രവചനാതീതം. KV ബൈജു, News 18, കാസർഗോഡ്.
തൃത്താലയിൽ ചർച്ച വികസനം മാത്രമാണ്. വികസന സംവാദത്തെ ചൊല്ലിയാണ് വാക്പോര്. ഗോദയിൽ സംവാദത്തിന് കാത്തിരിക്കുന്നുവെന്ന് എം.ബി. രാജേഷ് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിനൊപ്പം സംവാദത്തിന് തയ്യാറാകാത്ത മുഖ്യമന്ത്രിയെയാണോ എം.ബി. രാജേഷ് എൻ്റെ പേരിൽ ഉന്നമിടുന്നതെന്ന് ചോദിക്കുകയാണ് വി.ടി. ബൽറാം. ഏത് തരം സംവാദത്തിനും തയ്യാറാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു. മുഖ്യമന്ത്രി ഡിസംബർ മാസം മുതൽ ഇതുവരെ അതിന് തയ്യാറായിരുന്നില്ല. എന്നിട്ടിപ്പോൾ അദ്ദേഹം തയ്യാറാണ് എന്നൊരിക്കൽ പറഞ്ഞു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്നാൽ സ്ഥലവും തീയതിയും നിശ്ചയിച്ചോളൂ, ഞാൻ അങ്ങോട്ട് വരാമെന്ന്. അപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് ഇല്ല, ഞാൻ ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഈ ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്നെയൊക്കെ അധിക്ഷേപിക്കാൻ വേണ്ടി ഇവരെ CPM ഉണ്ടാക്കുന്ന ഒരു സ്ഥിരം പരിഹാസമാണ്. ഞാൻ ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ, ഫേസ്ബുക്കിൽ തള്ളാനേ അറിയുള്ളൂ, ഫേസ്ബുക്കിലുള്ള തർക്കത്തിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ അവരുടെ മുഖ്യമന്ത്രിയാണ് നേരിട്ടുള്ള സംവാദത്തിൽ നിന്ന് ഓടി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദം നടക്കുന്നില്ല എങ്കിൽ പോലും ഇവിടെ എം.ബി. രാജേഷ് വന്ന് സംവാദത്തിന് വിളിക്കുമ്പോൾ വി.ടി. ബൽറാം ധൈര്യത്തോടെ ആ സംവാദത്തിന് തയ്യാറാകുമ്പോഴല്ലേ അതിൽ സംവാദത്തിനല്ലേ വിളിക്കുന്നത്, വേറൊന്നിനും അല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹം കഴിഞ്ഞ 5 വർഷത്തിൽ 4.25 വർഷം ഇവിടെ ഇല്ല. എന്നിട്ട് അവസാനം 2 മാസം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ചില സിനിമയൊക്കെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ അണിയറ പ്രവർത്തകർ ചില മനഃപൂർവ്വ വിവാദം ഉണ്ടാക്കുമല്ലോ. അതുപോലെ അദ്ദേഹത്തിൻ്റെ വീണ്ടും ഒരു ലാൻഡിങ്, അതിനുവേണ്ടി അദ്ദേഹം വെല്ലുവിളിയും പ്രകോപനവും ഒക്കെ നടത്തി കുറേ വികസനം എന്ന് പറഞ്ഞാൽ ആളുകളുടെ അനുഭവമല്ലേ. 5 കൊല്ലം ജനങ്ങളെ ഏൽപ്പിച്ച ജോലി അങ്ങേയറ്റം ആത്മാർത്ഥമായി ചെയ്തതിൻ്റെ ആത്മവിശ്വാസമാണ് തൃത്താല ഹാപ്പിയാണ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കാൻ ധൈര്യം നൽകുന്നത്. അതോടൊപ്പം ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വെക്കാനും വരൂ, എൻ്റെ 5 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും നിങ്ങളുടെ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും തമ്മിൽ നമുക്ക് താരതമ്യമാവാം എന്ന് വിടാതെ പിന്തുടർന്ന് പറയാനും ആത്മവിശ്വാസം നൽകിയത്. മാർച്ച് 15-നാണ് ഞാൻ ആദ്യം വിളിച്ചത്. വളരെ വിനീതമായിട്ടാണ് ക്ഷണിച്ചത്, വെല്ലുവിളിയൊന്നും ആയിട്ടായിരുന്നില്ല. സംവാദം നടക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. വെല്ലുവിളിക്കാൻ പോയാൽ അതൊരു പ്രകോപനമാവരുത് എന്നതുകൊണ്ട് ഞാൻ അതിനൊന്നും പോയില്ല. അദ്ദേഹം പ്രതികരിച്ചില്ല. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടു, 24 മണിക്കൂറായി ഞാൻ കാത്തിരിക്കുകയാണ് ഈ സംവാദത്തിന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ക്ഷണം ഔദ്യോഗികമല്ല, ഔദ്യോഗികമായി രേഖാമൂലം ക്ഷണം കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് സമ്മതിക്കട്ടെ. ഇതൊരു ചതിയായിപ്പോയി. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ തലയിലും കൊണ്ടുപോയിട്ട് അവനവന് രക്ഷപ്പെടാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിനെ തള്ളിയിടുന്ന ഒരു പരിപാടിയായിപ്പോയി. എന്നിട്ടും അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പോൾ അത് ഇപ്പോൾ എക്സ്പോസ്ഡ് ആണല്ലോ ആളുകളുടെ മുമ്പിൽ. MG രേണുക ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. രേണുക, തൃത്താല വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. കുറഞ്ഞ ഭൂരിപക്ഷത്തിന് അവിടെ എം.ബി. രാജേഷ് കഴിഞ്ഞ തവണ ജയിച്ചു കയറി. പക്ഷേ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ഇത്തവണ UDF എന്ന് വേണം മനസ്സിലാക്കാൻ. ശക്തമായ, രേണുകയ്ക്കൊരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാകും, അത് ശക്തമായ രാഷ്ട്രീയ പോരാട്ടം തന്നെ അല്ലേ അവിടെ? തീർച്ചയായും രഞ്ജിത്ത്, ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ചുരുക്കം മണ്ഡലങ്ങൾ എടുത്താൽ പോലും അതിലൊന്ന് തൃത്താലയായിരിക്കും സംസ്ഥാനത്ത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രമാത്രം ശക്തമായ മത്സരമാണ് തൃത്താലയിൽ നടക്കുന്നത്. മണ്ഡലം നിലനിർത്താൻ LDF-ഉം തിരിച്ചു പിടിക്കാൻ UDF-ഉം തമ്മിൽ നേർക്കുനേർ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലം എന്ന പ്രത്യേകത കൂടിയുണ്ട്. BJP സ്ഥാനാർത്ഥി വി ഉണ്ണികൃഷ്ണൻ, അദ്ദേഹവും ശക്തമായ സാന്നിധ്യമായി മണ്ഡലത്തിലുണ്ട്. അപ്പോൾ 2021 കണ്ടതിനേക്കാൾ വളരെ ശക്തമായ ഒരു മത്സരത്തിനാണ് തൃത്താലയിൽ വേദിയായിരിക്കുന്നത്. എം.ബി. രാജേഷ് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മളോട് സംസാരിച്ചത്. എം.ബി. രാജേഷ് പറയുന്നു 5 വർഷം അത് എല്ലാം മുറിയെ പണിയെടുത്തതിന്റെ ആത്മവിശ്വാസമാണ് തനിക്കുള്ളത് എന്നതാണ് എം.ബി. രാജേഷ് പറയുന്നത്. മറ്റൊന്ന്, ഈ സംസ്ഥാനത്തെ മൊത്തം തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ നിന്ന് മാറ്റി നോക്കിയാൽ നമുക്ക് തൃത്താലയിൽ കാണാൻ കഴിയുന്നത് പൂർണ്ണമായും വികസനത്തിൽ എന്താണ് ചെയ്തത് എന്നത് നോക്കി ആ രീതിയിലുള്ള ചർച്ചയും സംവാദവും നടക്കുന്ന മണ്ഡലമാണ് തൃത്താല എന്ന് തന്നെ പറയാം. അതിൽ ഈ എതിർ സ്ഥാനാർത്ഥി വി.ടി. ബൽറാമിനെ എം.ബി. രാജേഷ് നേരിട്ടുള്ള സംവാദത്തിന് വെല്ലുവിളിച്ചിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദം ഈ രീതിയിൽ ചർച്ചയാകുന്നതിന് മുൻപ് തന്നെ എം.ബി. രാജേഷ് ആത്മവിശ്വാസത്തോടു കൂടി ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നു. അതിൽ സംവാദമാകാം എന്ന് വി.ടി. ബൽറാമിനെ വെല്ലുവിളിക്കുന്നു. 10 വർഷം വി.ടി. ബൽറാം MLA ആയിരുന്നപ്പോൾ ചെയ്തതും തൻ്റെ 5 വർഷം എടുത്താൽ മതി, അങ്ങനെ ഒരു സംവാദം എന്ന രീതിയിലാണ് എം.ബി. രാജേഷ് വി.ടി. ബൽറാമിനെ വിളിക്കുന്നത്. പക്ഷേ ആ സംവാദം ഇതുവരെയും നടന്നിട്ടില്ല. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് താൻ ഗോദയിൽ കാത്തിരിക്കുകയാണ്, എവിടെ ബൽറാം എന്നൊരു ചോദ്യം എം.ബി. രാജേഷ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ എം.ബി. രാജേഷ് ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു സംവാദം നടക്കുമോ എന്നറിയാൻ. അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ മേൽ പഴിചാരിക്കൊണ്ട് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നു എന്നതാണ് എം.ബി. രാജേഷ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള സംവാദം നടക്കട്ടെ, അതിനുശേഷം നമ്മൾ തമ്മിലുള്ള സംവാദം എന്ന ഒരു നിലയിലേക്കാണ് വി.ടി. ബൽറാം ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ആ സംവാദം നടക്കട്ടെ എന്ന് വി.ടി. ബൽറാം പറയുന്നു. അതിനുശേഷം ആദ്യം സംവാദം നടക്കുന്ന മണ്ഡലമായിരിക്കും തൃത്താല എന്നതാണ് വി.ടി. ബൽറാം ഇപ്പോൾ
പറഞ്ഞിരിക്കുന്നത്. ഫേസ്ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മൾ തൃത്താലയിൽ എത്തിയാൽ പ്രചരണത്തിലും ആ രീതിയിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നമുക്ക് കാണാൻ പറ്റും. തൃത്താലയ്ക്ക് ബെസ്റ്റ് VT ബൽറാം ആണെന്ന് VT ബൽറാം പറയുമ്പോൾ കാര്യം നടക്കണമെങ്കിൽ താൻ വേണം, MBR വേണം എന്നതാണ് MP രാജേഷ് ക്യാമ്പ് പറയുന്നത്. ആ രീതിയിലുള്ള പ്രചരണങ്ങളും പോസ്റ്ററുകളും ഒക്കെ നമുക്ക് മണ്ഡലത്തിലുടനീളം കാണാം. ഇഞ്ചോടിഞ്ച് പോരാട്ടം തൃത്താലയിൽ നടക്കുന്നു. ഗോദയിൽ കാത്തിരിക്കുന്ന എന്ന് MBR പറഞ്ഞതിന് ശേഷം നമ്മൾ VT ബൽറാമിനെ കാണുകയാണ്. അപ്പോൾ VT ബൽറാമിനോട് ഞാൻ ചോദിച്ചു, ന്യൂസ് 18ലൂടെ പ്രേക്ഷകരോട് MP രാജേഷ് പറഞ്ഞിരിക്കുകയാണ് ഗോദയിൽ താൻ കാത്തിരിക്കുകയാണ്, എവിടെ ബൽറാം എന്ന് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ പ്രചരണ രീതിയാണ്. എൻ്റെ പ്രചരണ രീതി വ്യത്യസ്തമാണ്, ഞാൻ ജനങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് VT ബൽറാം പറയുന്നത്. ഈ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് ഒരു ഭീരുത്വമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ കാണുന്നില്ല. മുഖ്യമന്ത്രിയെ ആണോ MP രാജേഷ് ഇതിലൂടെ ഉന്നം വെക്കുന്നതെന്ന സംശയം തനിക്കുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് VT ബൽറാം ചെയ്തിരിക്കുന്നത്. അതായത് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി സംവാദത്തിന് വിളിച്ചിട്ടുണ്ട്, സംവാദത്തിന് തയ്യാറാകാത്തത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ വലിയ പോരാട്ടം തൃത്താലയിലുണ്ട്. MP രാജേഷും VT ബൽറാം തമ്മിലുള്ള മത്സരത്തിന് ചൂടും ചൂരുമേറുകയാണ്. നമ്മുടെ ന്യൂസ് 8ന്റെ സ്പെഷ്യൽ ഡേയിലേക്ക് ഇനി പോകാം. ന്യൂസ് 8ന്റെ ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിയുടെയും ശ്രീദേവിയുടെയും 9ാം വിവാഹ വാർഷികമാണ് ഇന്ന്. രണ്ടുപേർക്കും ആശംസകൾ നേരുന്നു. ന്യൂസ് 8ന്റെ ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ വലിയ ആശംസകൾ നേരുന്നു. പ്രശാന്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോദയിലാണ്, തെരഞ്ഞെടുപ്പ് ഫീൽഡിലാണ്. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന വിവിധ മണ്ഡലങ്ങളിൽ സഞ്ചരിക്കുകയാണ്. ഇതിനിടയിലാണ് പ്രശാന്തിൻ്റെയും ശ്രീദേവിയുടെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നത്. രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ആറ്റിങ്ങൽ സ്വദേശികളായ വിനീത് അനശ്വര ദമ്പതികളുടെ മകൾ ധ്രുവികയുടെ 1ാം ജന്മദിനമാണ് ഇന്ന്. ധ്രുവിക വിനീതിന് എല്ലാ ആശംസകളും. 122 വർഷം പിന്നിടുന്ന തുമ്പമൺ സാൽവേഷൻ ആർമി LP സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥികളുടെ ആശംസയുണ്ട്. ന്യൂസ് 18നും ആ സ്കൂളിന് എല്ലാവിധത്തിലുള്ള പ്രവർത്തന മികവും ആശംസിക്കുന്നു. രാവിലെ പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.